ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ അധ്യായത്തിൽ 2024 നവംബർ മാസം 23-ാം തീയതി ശനിയാഴ്ച ദിവസത്തെ 27 നക്ഷത്ര ജാതകരുടെയും ജീവിതാനുഭവങ്ങൾ എങ്ങനെയാണെന്നുള്ള നക്ഷത്രഫലമാണ് പറയുന്നത്. ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ശനി ഇവർക്ക് നൽകുന്ന അനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസത്തിന് ആധിപത്യമുള്ള ഗ്രഹമാണ് ശനി. അതുപോലെ തന്നെ ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും ശനിയുടെ കേന്ദ്രങ്ങളിലും ത്രികോണങ്ങളിലും ഒക്കെ നിന്നുകൊണ്ട് എപ്രകാരമുള്ള അനുഭവങ്ങളാണ് ഇവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് നക്ഷത്രപരമായി പറയുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം തന്നെ നമുക്ക് ചിന്തിക്കാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ശനിയാഴ്ച ദിവസം ജനിച്ച സമയത്ത് ശനി എന്ന് പറയുന്ന ഗ്രഹം അനുകൂലമായ ഒരു ഗ്രഹമാണെങ്കിൽ ശനിയാഴ്ച ദിവസം അവർക്ക് എന്തുകൊണ്ടും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. അതായത് അവർക്ക് പ്രവർത്തന മേഖലയിൽ വിജയിക്കാൻ പറ്റുമെന്നുള്ളതാണ് ശനി നൽകുന്ന ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു നേട്ടം. അതായത് ഇവർക്ക് 11-ലാണ് ശനി നിൽക്കുന്നത്, ലാഭഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ലാഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുന്നവർ വിചാരിക്കുക ശനിയാഴ്ച ദിവസം അവർക്ക് നേട്ടങ്ങൾ വന്നു ചേർന്നാൽ ശനി അവർക്ക് അനുകൂലമാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നല്ല പ്രവൃത്തികൾ ചെയ്ത് ലാഭം ഉണ്ടാകുവാനും ഒക്കെ ഉള്ള ഒരു അനുഗ്രഹം ശനി കൊടുക്കും. ഭയമില്ലാതെ ഏത് കാര്യവും ചെയ്യാൻ പറ്റും. കാര്യവിജയം അവർക്ക് ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. സുഖാനുഭവത്തോടു കൂടി തിങ്കളാഴ്ച ദിവസം അവർക്ക് കടന്നു പോകും. എന്നാൽ ചിലരെ സംബന്ധിച്ച് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിതവും ഒക്കെ ഉണ്ടാകുമെങ്കിലും, പ്രവർത്തന മേഖലയിൽ വിജയിക്കാൻ കഴിയുമെങ്കിലും, ലാഭകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള തിക്താനുഭവങ്ങൾ മാതാവിനും അത്ര മെച്ചമായൊരു ദിവസമായിരിക്കില്ല എന്നുള്ളതും ഈ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർ അറിഞ്ഞുകൊള്ളുക. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ അത്ര സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നുമില്ല, പിതാവിൻ്റെ സ്ഥിതി അത്ര മെച്ചമാകണമെന്നില്ല എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാർക്ക് തൊഴിൽപരമായ നേട്ടമുണ്ട്. ചിലപ്പോൾ ചിലർക്കൊക്കെ തൊഴിലിന് സ്ഥിരമായിട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് 10-ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ചിലപ്പോൾ ചില ജോലി മാറി ചെയ്യും ചിലരൊക്കെ. അപ്പോൾ എങ്കിലും അവർക്ക് ഏതൊരു കാര്യത്തിലും ധൈര്യമുള്ളൊരു ദിവസമാണ്. ധനപരമായ നേട്ടം, വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിലും വിദ്യ കൊണ്ടുള്ള നേട്ടം, അതുപോലെ തന്നെ അവരുടെ പ്രവർത്തന മേഖലയിൽ വിജയം കൈവരിച്ച് കീർത്തിയും പ്രശസ്തിയും ഒക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസം. കലാപരമായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ശോഭിക്കാൻ പറ്റുന്ന ദിവസം. അങ്ങനെ ആരെയും ഭയമില്ലാതെ ഏത് കാര്യവും ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന സമയമാണ്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ മേലധികാരികളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതെയും സൂക്ഷിക്കണം. അപ്പോൾ അവിടെയും ശത്രുതയോ പ്രശ്നങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ 2 കാര്യങ്ങളിലാണ് ദാമ്പത്യ ജീവിതം, തൊഴിൽപരമായുള്ള മേഖലയിലുള്ള അഭിപ്രായ വ്യത്യാസത്തിനോ അല്ലെങ്കിൽ മേലധികാരിയുമായിട്ടുള്ള ഒരു തർക്കത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. അത് സൂക്ഷിച്ചാൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സാധാരണ ജീവിതാനുഭവമായി കടന്നു പോകുന്നൊരു ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം, 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ശനിയാഴ്ച ദിവസം അത്ര അനുകൂലമായൊരു ദിവസമല്ല. പ്രതിസന്ധികളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. കുടുംബസുഖമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല, ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല, ഭാഗ്യക്കേടുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ഉദ്ദേശിച്ച പോലുള്ള കാര്യവിജയങ്ങളൊന്നും അവർക്ക് വന്നു ചേരണമെന്നില്ല എന്നുള്ളതാണ് ശനിയാഴ്ച ദിവസത്തെ ഒരു പ്രത്യേകത. ചിലർക്കൊക്കെ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ആപത്ത്, അനർത്ഥങ്ങൾ അങ്ങനെ ഒക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ ചിലർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ പിതാവുമായിട്ടുള്ള ശത്രുതയോ അല്ലെങ്കിൽ പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ദോഷം വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസവുമായിരിക്കും. ഭയം ഉണ്ടാകുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഭയപ്പെടുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മിഥുനക്കൂറുകാർ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം, കാൽ, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് പ്രതിസന്ധികൾ ഉള്ളൊരു സമയമാണല്ലോ. അഷ്ടമത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമത്തിൽ ശനി നിന്നാലും ശനിയാഴ്ച ദിവസം അവർക്ക് കുടുംബസുഖമൊക്കെ ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്ന ദിവസമാണ്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഏറെക്കുറെ അനുകൂലമായി നിൽക്കുന്നു. എങ്കിലും അവരെ ഇപ്പോൾ അലട്ടുന്നൊരു വിഷയം ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ചിലർക്കൊക്കെ
ജീവിച്ചിരിക്കണമെന്ന് പോലും താല്പര്യമില്ലാത്തൊരവസ്ഥയിൽ മരണത്തെക്കുറിച്ച് മാത്രം അവർ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയും അങ്ങ് ചത്താൽ മതിയായിരുന്നു ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെ പ്രതിസന്ധി നിറഞ്ഞൊരു സമയമാണിപ്പോൾ പ്രത്യേകിച്ച് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി കർക്കിടകക്കുറുകാർക്ക് കൊടുക്കുന്നത്. എന്നാൽ നാളത്തെ ദിവസം ചെറിയ രീതിയിലുള്ള ആശ്വാസങ്ങളൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ബുദ്ധിപരമായ പ്രവർത്തനങ്ങളൊന്നും വിജയിക്കണമെന്നില്ല, മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നുമില്ല. മക്കൾക്ക് ഇവർക്ക് വേണ്ടിയതായ സഹായം ചെയ്യാതെ കൊടുക്കാൻ പറ്റുന്നൊരു ദിവസവുമല്ല. അങ്ങനെ പ്രതിസന്ധികൾ ഒക്കെ തന്നെ നിലനിൽക്കുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം. ഇനി ദശാകാലത്തിന് നേട്ടമുള്ളവർക്ക് ഒരുപക്ഷെ നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽ നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഈ ഏഴിലെ ശനി കൊടുക്കുന്ന ഒരു സമയമാണ്. ജനിച്ച സമയത്ത് ശനി ദോഷം ചെയ്യുന്നൊരു ഗ്രഹമാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഭാര്യയും ഭർത്താവും അകന്നു കഴിയുവാനോ അല്ലെങ്കിൽ ഡിവോഴ്സിനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് രോഗദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. ഏഴിൽ ശനി നിൽക്കുന്നു. ഏഴിൽ ശനി നിന്നാൽ നല്ലതല്ല. ശനി എന്ന് പറയുന്ന ഒരു പാപഗ്രഹമാണല്ലോ. അതിന് 6ാം ഭാവത്തിൽ നിന്നാൽ വലിയ കുഴപ്പമില്ല, എങ്കിലും 7 നിൽക്കുന്ന ഒട്ടും തന്നെ നല്ലതല്ല എന്നാണ് പറയുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇപ്പം 2.5 വർഷത്തോളമാണ് ശനി ഒരു രാശിയിൽ അല്ലെങ്കിൽ ഒരു കൂറിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഈ 2.5 വർഷക്കാലം നിൽക്കുമ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും അകന്നു പോകും. ആ 2.5 വർഷം കൊണ്ട് ഭാര്യയും ഭർത്താവും ഒക്കെ അകന്നു പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ രോഗത്താൽ ഭാരപ്പെട്ട് കഴിയുന്നവരുണ്ട്. പ്രതിസന്ധികൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ അവരുടെ കുടുംബത്തിൻ്റെ സ്ഥിതിയോ മക്കളുടെ സ്ഥിതിയോ തൊഴിൽപരമായുള്ള സ്ഥിതിയൊക്കെ അനുകൂലമാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അവരെ അലട്ടുന്ന ഒരു സമയമാണിപ്പോൾ. അത് ശനിയുടെ രാശിമാറ്റം കൊണ്ട് 2025 മാർച്ച് മാസം വരെ ആ പ്രതിസന്ധിയിൽ കൂടി ഇങ്ങനെ കടന്നു പോകുമെന്നുള്ളതാണ് പ്രത്യേകത. അത് കഴിയുമ്പോഴാണ് ഒരു മാറ്റമുണ്ടാകുന്നത്. അപ്പോൾ അത് ഈ ചിങ്ങക്കൂറുകാർ മനസ്സിലാക്കുക. ശനിയാഴ്ച ദിവസം മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ചിലർക്കൊക്കെ ദുഃഖ ദുരിത പ്രയാസങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. 12-ൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യവും ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. കാരണം ഈ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന് 7ലേക്കും 8ലേക്കും ദൃഷ്ടിയുണ്ട്. അപ്പോൾ ശനിയെ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. നീചനാണെങ്കിൽ പോലും ദൃഷ്ടിയുണ്ട്. അപ്പോൾ ദൃഷ്ടി വരുമ്പോൾ ഈ ശനിക്കാണ് അവിടെ ബലം. നീചനായിട്ട് നിൽക്കുന്ന ഗ്രഹത്തിനല്ലോ, ശനിയുടെ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിക്കാണ് ബലം. അപ്പോൾ ചൊവ്വ അങ്ങോട്ട് ചെന്ന് ശത്രുത സമ്പാദിക്കുകയാണ്. ശനിയുടെ ശത്രുവാണ് ചൊവ്വ. ചൊവ്വയ്ക്ക് ശത്രുത ഇല്ല എങ്കിൽ പോലും ശനിയുടെ ശത്രുത കൊണ്ട് ചിങ്ങക്കൂറുകാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ധനനഷ്ടമോ രോഗദുഃഖ ദുരിത പ്രയാസങ്ങളോ വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. 12-ലെ ചൊവ്വ ഇനി മാറണം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം അവർക്ക് 6ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. സംഭവം ശരിയാണ്. 6ാം ഭാവത്തിൽ ശനി നിന്നാൽ പാപഗ്രഹമായ ശനി 3, 6, 12 നിന്നാൽ നേട്ടമാണെന്ന് ജ്യോതിഷം പറയുന്നു. പക്ഷേ 6-ൽ നിൽക്കുന്ന ശനിയുടെ 2-ൽ രാഹു നിൽക്കുന്നു. അപ്പോൾ ആ ശനി ഇവർക്ക് എങ്ങനെ ധനം കൊടുക്കാൻ പറ്റും? 6ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി ഇവർക്ക് ശനിയുടെ ധനഭാവമാണ് 2ാം ഭാവം. അവിടെ രാഹുവാണ് നിൽക്കുന്നത്, തടസ്സമാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു സമയമല്ല. പിന്നെ ഏറെക്കുറെ ദശാകാലത്തിൻ്റെ അനുകൂലവും അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ടൊക്കെ ഇവരിങ്ങനെ കഴിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. 4ാം ഭാവത്തിൽ ഇപ്പോൾ ശുക്രൻ നിൽക്കുന്നു. 4ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ഒരു നേട്ടത്തെ ഇവർക്ക് കൊടുക്കുന്നു. ഇപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തിൽ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അത് മുഖേന ഉണ്ടാകുന്ന ഒരു ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും നേടി. ഭാഗ്യാധിപനായ ആ ഗ്രഹവും അതുപോലെ തന്നെ 4ാം ഭാവത്തിൻ്റെ അധിപനും പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ചിലരുടെയൊക്കെ ജീവിതത്തിൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം തന്നെ ഉണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ രാഹു സ്വാധീനിക്കുന്നവർക്കൊക്കെ ഒരു ഉയർച്ചയും ഉണ്ടാകാതെ അവരിങ്ങനെ വട്ടം കറങ്ങുകയാണ്. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ തന്നെ ഇങ്ങനെ വന്നുകൊണ്ട് അവരിങ്ങനെ കടന്നു പോകുന്നു. ഓരോ ദിവസവും തള്ളി വിടുന്നു. ഒരു കാര്യത്തിലും വിജയമില്ല. കാരണം വിജയം ഉണ്ടാകുവാൻ 5ാം ഭാവത്തിൻ്റെ അധിപൻ ശനിയാണ്. ശനി 6-ൽ നിൽക്കുന്നു. അപ്പോൾ ധനപരമായ വിഷയത്താൽ ഭാരപ്പെടുന്നവർക്ക് ഈ ശനിയെക്കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. കാരണം ശനിയുടെ 2ാം ഭാവമാണ് ധനഭാവം. ആ ധനഭാവത്തിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് കന്നിക്കൂറുകാർക്ക് ഒരു നേട്ടം ഉണ്ടാകുന്നൊരു സമയമല്ല. അപ്പോൾ നാളത്തെ ദിവസവും വലിയ നേട്ടമൊന്നുമുള്ള സമയമല്ല. എന്നാൽ ദശാകാലത്തിൻ്റെ നേട്ടവും നക്ഷത്രത്തിൻ്റെ പൊരുത്തവും അല്ല മറ്റു ചില കാര്യങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു പക്ഷെങ്കിൽ ധനം വന്നു ചേരാനോ പല കാര്യങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാകുവാനോ സാധ്യതയുണ്ട്. അതൊക്കെ മറ്റു വിഷയങ്ങളുമായിട്ടാണ്. അപ്പോൾ ശനി എന്ന് പറയുന്ന ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, വേറെ രീതിയിൽ. ഇപ്പം അത്തം നക്ഷത്ര ജാതകർക്ക് നാളെ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അത് നക്ഷത്ര പൊരുത്തം വെച്ചാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലുള്ള നേട്ടമായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത് ആണ്.
ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരെ ആകെ പ്രശ്നത്തിലാക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഈ 5-ലെ ശനി. അവർക്ക് പരാജയം, കാര്യവിജയം ഉണ്ടാകാത്തൊരു സമയമാണ്. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും പരാജയം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ നാളുകളായി, ഇപ്പോൾ 2.25 വർഷത്തോളമായി അതിനോടടുത്തായി അവർ ഇങ്ങനെ അനുഭവിച്ചു പോരുന്നു. ഒട്ടുമിക്ക ആൾക്കാരുടെയും വീടുകളിൽ ഈ തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരൊക്കെ, ചെറുപ്പക്കാരായിട്ട് പിള്ളേരൊക്കെ ജോലിക്കൊക്കെ പോകാതെ മാനസികമായുള്ള അസ്വാസ്ഥ്യവും പ്രയാസവും ഒക്കെ ആയിട്ട് അവനങ്ങനെ കഴിയുന്നുണ്ട്. വളരെ പ്രതിസന്ധിയിൽ കൂടിയാണ്. അത് മാതാപിതാക്കളെ സംബന്ധിച്ച് അവർക്ക് പുത്ര ദുഃഖം ഉണ്ടാകുന്ന സമയമാണ്. 5-ലെ ശനി പുത്രദുഃഖത്തെ കൊടുക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ശനി ഇങ്ങനെ കുംഭൻ രാശിയിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്ന സമയം, ഇനിയിപ്പോൾ 2025 മാർച്ച് വരെ ഇങ്ങനെയുള്ള ഈ സ്ഥിതി ഉള്ളതുകൊണ്ട് പലരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന സമയമാണ്. ഇപ്പോൾ അവർക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവരുടെ 3-ാം ഭാവത്തിൻ്റെ അധിപനും അതുപോലെ തന്നെ അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനുമൊക്കെ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർ ലഭിക്കുന്നു. അതാണ് ഒരു ആശ്വാസം. പ്രതിസന്ധിയിൽ കഴിയുന്നവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ആശ്വാസം അതാണ്. അപ്പോൾ ശനിയാഴ്ച ദിവസം അവിടെ ഉദ്ദേശിച്ച പോലുള്ള ഒരു വിജയം ഉണ്ടാകണമെന്നില്ല. പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പല കാര്യങ്ങളിലും കാര്യപരാജയം അല്ലെങ്കിൽ തടസ്സം ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുള്ളൂ. എങ്കിലും അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വന്നു ചേരുമെന്നുള്ളതും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാഞ്ചം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം വൃശ്ചികക്കൂറുകാർക്ക് ശനി ശത്രു ഗ്രഹമാണ്. അതായത് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തെ ശനി ശത്രുവായിട്ട് കാണുന്നു. അപ്പം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ അവരുടെ 9-ാം ഭാവത്തിലാണ് ഇപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് 9-ാം ഭാവത്തിലാണ് ഇപ്പോൾ അവരുടെ വൃശ്ചികക്കൂറിൻ്റെ അധിപനായ ചൊവ്വ നിൽക്കുന്നത്. ആ ചൊവ്വ ഈ ശനിയെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് പല കാര്യങ്ങളിലും ഭാഗ്യക്കേടുകളും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിപ്പം അത്ര വലിയ അനുകൂലമായൊരു സമയമല്ല. 2-ൽ ശുക്രൻ നിൽക്കുന്നു. സ്ത്രീകൾ മുഖേന ധനം വന്നുയരുവാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റു പ്രത്യേകത. പക്ഷെങ്കിൽ അത് ദാമ്പത്യ ജീവിതത്തിൽ ഉപകരിക്കപ്പെടും എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. പക്ഷെങ്കിൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ശത്രുതകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഒരു സ്റ്റഡിയായിട്ടുള്ള ഒരു ഗ്രോത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ളൊരു ഉയർച്ച അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുന്നില്ല. പല കാര്യങ്ങളിൽ അവർ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നൊരു സമയമാണ്. ഒന്നിലും ഒരു നീക്കുപോക്കില്ലാതെ അവർ കഴിഞ്ഞു പോകുന്ന സമയമാണ് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2-ൽ ശുക്രൻ നിൽക്കുന്നു. സ്ത്രീകൾ മുഖേനയുള്ള നേട്ടം, കുടുംബസുഖം, ധനപരമായ നേട്ടം, ശുഭഗ്രഹമല്ലേ, വലിയൊരു നേട്ടമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെങ്കിൽ ചില ഗ്രഹങ്ങൾ സ്ട്രോങ് ആയിട്ട് മറ്റ് പ്രധാനപ്പെട്ട ഭാവങ്ങളിൽ നിൽക്കുന്നു. ഇപ്പം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് 4-ൽ കേന്ദ്രഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്രഭാവത്തിൽ ശനി ബലവാനായിട്ട് നിൽക്കുമ്പോൾ പല കാര്യങ്ങളിലും ഇവർക്ക് തടസ്സം ഉണ്ടാകുന്നു. മാതാവിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും, രോഗദുഃഖ ദുരിത പ്രയാസങ്ങൾ, വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ഒരു നേട്ടവുമില്ലാത്ത സമയം. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ ഇവരുടെ കൂറിൻ്റെ അധിപൻ നീചനായിട്ട് നിൽക്കുന്നു. ഇവർക്ക് തന്നെ ഒരു കാര്യത്തിലും ഇറങ്ങിത്തിരിക്കാനുള്ള ശേഷിയില്ല. അവർ ഇറങ്ങിത്തിരിച്ചാൽ വിജയം കൈവരിക്കാത്തൊരു സമയം. അപ്പോൾ അങ്ങനെ വലിയ നേട്ടങ്ങളൊന്നും പറയാൻ പറ്റാത്ത ഒരു പ്രതിസന്ധി നിറഞ്ഞ ദിവസമായിരിക്കും ശനിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം പുരാട ഉത്രാടം കാൽ നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം കുടുംബസുഖവും ധനപരമായ നേട്ടം, സുഹൃത്തുക്കൾ മുഖേന സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അവരുടെ 12-ാം ഭാവാധിപൻ അഷ്ടമത്തിൽ നിൽക്കുന്നു. 5-ാം ഭാവാധിപനും ആയിട്ടുള്ള കുജനാണ് അവർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്നത്. അപ്പോൾ മക്കളെ കൊണ്ടുള്ള രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നൊരു അനുഭവം അവർക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഇവർക്ക് തന്നെ മാനസികവും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇവർക്കുണ്ടാകാം. ചിലരൊക്കെ വളരെ മൗനത്തിലോ ഭയം വന്നു കയറി ഒരു വല്ലാത്തൊരവസ്ഥയിൽ കൂടി ജീവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഇവരിൽ ഉണ്ടാകാം. എങ്കിലും ഇതൊന്നും വന്നു ചേരാത്തവർക്ക് കുടുംബസുഖവും അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളും ഒക്കെ കൊണ്ട് വലിയ ദോഷമൊന്നും വന്നു ചേരാത്ത സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. എന്നാൽ ചിലർക്കൊക്കെ പ്രതിസന്ധികളും ഉണ്ട്. 12-ൽ ഇപ്പോൾ അവർക്ക് സൂര്യൻ നിൽക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവർക്കുണ്ടാകും എന്നുള്ളതാണ്. അവർക്ക് ചിലർക്കൊക്കെ ധനഹാനി, പുത്രൻ ദുഃഖം, ശത്രുത, ദേഷ്യം, കോപം, അപ്പോൾ അങ്ങനെയുള്ള പല വിധത്തിലുള്ള പ്രതിസന്ധികളും അവരെ അലട്ടുവാൻ സാധ്യതയുള്ള സമയം കൂടിയാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണാവട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ശനിയാഴ്ച ദിവസം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്.
വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരുന്നൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചാൽ ഇതിനകത്ത് വാഹനം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വാഹനം ഓടിക്കുന്നവരൊക്കെ സൂക്ഷിക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങളൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ വസ്തുവൊക്കെ അല്ലെ വീടൊക്കെ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കൊന്നും അതൊന്നും വിറ്റുപോയി ലാഭമൊന്നും ഉണ്ടാകുന്നൊരു സമയമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. തിക്താനുഭവങ്ങളൊക്കെ തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ വന്നു ചേരാൻ. എന്നാൽ തൊഴിൽപരമായുള്ളൊരു നേട്ടം അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. ധനം വന്നു ചേരുവാനും സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ പ്രതീക്ഷിക്കാമെങ്കിലും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അവർക്ക് ഗുണമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം 2 പാദം ചതയം പൂർട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ശനിയാഴ്ച ദിവസം ജന്മശനിയിൽ അവർ കഴിഞ്ഞു പോകുന്നൊരു സമയമാണ്. അവരുടെ ജന്മത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ ജനിച്ച സമയത്ത് ശനി അനുകൂലമായൊരു ഗ്രഹമാണെങ്കിൽ ദോഷമൊന്നും വരത്തില്ല. അല്ലാത്ത പക്ഷം അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരും. എങ്കിലും പ്രതികൂലമായ അനുഭവങ്ങൾ വന്നാൽ പോലും അവർക്കതിനെ പ്രതിരോധിക്കാനുള്ളൊരു ശേഷി അവരുടെ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ശനിയും വ്യാഴവും ശത്രുതയൊന്നുമില്ലാത്തത് കൊണ്ട് ഈ വ്യാഴം ഇവർക്ക് അനുകൂലമായ ഫലത്തെ കൊടുക്കുന്ന ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ തന്നെ ഇവർക്ക് എടുത്തു പറയത്തക്കൊരു കാര്യം, ഇവരുടെ 6ാം ഭാവത്തിലാണ് 10ാം ഭാവത്തിൻ്റെ അധിപനായ അല്ലെങ്കിൽ ഇവരുടെ 3ാം ഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ 6ലാണ് നിൽക്കുന്നത്. 3ാം ഭാവം എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കൾ, സഹോദരങ്ങളാണ്. അത് 6ാം ഭാവത്തിൽ വന്നു കഴിഞ്ഞാൽ ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം 6ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. പാപഗ്രഹമാണ് 6ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, സുഹൃത്തുക്കൾ, സഹോദരങ്ങളുമായിട്ട് നല്ല രീതിയിൽ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും 6ാം ഭാവം കൊണ്ടുള്ള 6ാം ഭാവം രോഗഭാവം, ശത്രുത നിറഞ്ഞ ഭാവം. അപ്പോൾ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ശത്രുതയ്ക്കും സാധ്യതയുണ്ടെന്നുള്ളതും മനസ്സിലാക്കണം. തൊഴിൽപരമായുള്ള നേട്ടവും വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടവും കുടുംബസുഖവും ഒക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതും മനസ്സിലാക്കുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് ഈ ശനിയാഴ്ച ദിവസം അവർക്ക് 12ലാണ് ശനി നിൽക്കുന്നത്. 12ൽ നിൽക്കുന്ന ശനി ഇവർക്ക് ദോഷം ചെയ്യാതിരിക്കുവാൻ ഏതെങ്കിലും ഒരു ഗ്രഹം ഇവർക്ക് ബലവാനായിട്ട് കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ 10ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു. അപ്പോൾ 10ാം ഭാവത്തിൽ ശുക്രൻ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് 12ൽ ശനിയുടെ ദോഷം, ധനനഷ്ടം, രോഗദുഃഖ ദുരിത പ്രയാസങ്ങളാലൊന്നും ഭാരപ്പെടുവാൻ സാധ്യതയില്ല. നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. ശനിയും ശുക്രനും ശത്രുതയില്ലാത്ത ഗ്രഹങ്ങളായതുകൊണ്ട് അവർക്ക് വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ശനിയാഴ്ച ദിവസം മീനക്കൂറുകാർക്ക് നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാൻ കുടുംബസുഖം, ധനപരമായ നേട്ടം, സുഖം, സ്വസ്ഥത, ദേഹനന്മ, അങ്ങനെ തൊഴിൽപരമായുള്ള നേട്ടം ഉൾപ്പെടെയുള്ള എല്ലാ നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. 12 നിൽക്കുന്ന ശനിയുടേതായ യാതൊരുവിധ ദോഷവും വന്നു ചേരാത്തൊരു ദിവസമായിരിക്കും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രപരമായി പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവനും പാർവതി ദേവിയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.